സമയത്ത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ഇവിടെ മോള് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ബിഷപ്പിനെ പറഞ്ഞതിന് സോറി പറയണം, അല്ലെങ്കിൽ ബിഷപ്പ് കേസ് കൊടുക്കട്ടെ. അതാണ് വേണ്ടതെന്ന് വളരെ മാന്യമായി വീഡിയോ ചെയ്യുമ്പോൾ മറ്റവളെ മറിച്ചവളെ എന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യം തുടങ്ങിയത് ഇവളാണ്, പിന്നെയാണ് ഞാൻ തുടങ്ങിയത്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അപ്പൊ വരും ദിവസങ്ങളിൽ അതിനുള്ള പ്രതിവിധി അല്ലെങ്കിൽ പ്രതിഫലം ഞാൻ കൊടുത്തിട്ട് തന്നെ മാറുള്ളൂ. ശീലം അതാണ്, അതങ്ങനെ ഒരു ശീലമായിപ്പോയി. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട. ഇപ്പൊ ഷഫീന ദേവി തന്നെ ഞാനിപ്പോ ആദ്യം അവരുടെ ദേശം ഇനിയിപ്പോ ദേശില്ല, കാരണം അവർക്ക് രണ്ട് താലം കൊയ്യാത്തൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി എന്നെ വിട്ടിട്ട് ജീവിക്കട്ടെ, ഒരു വികലാംഗിയായിട്ടുള്ള സ്ത്രീകളെ അവരെ ജീവിക്കട്ടെ, എന്നെ വിട്ടിട്ട്. അതിപ്പോ ഞാനെന്ന് പറഞ്ഞു എന്നെ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ടും മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന്ന് ഞരങ്ങുവാ. അതെനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതൊന്നല്ല എന്റെ മക്കളെ വീട്ടുകാരെയൊക്കെ പറയുന്നത്. മക്കളാ? നിനക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ, ബാക്കി രണ്ടെണ്ണം ഉണ്ടായതിനെ നീ അബോഷൻ ചെയ്ത് കളഞ്ഞില്ലേ, ഇപ്പൊ ഒരെണ്ണല്ലേ ഉള്ളൂ. അതന്നത്തെ ചോരത്തിളപ്പിന് അതിന്റെ DNA കാണിക്കണമെന്ന് പറഞ്ഞു, അതാണോ? ശരി. പിന്നെ എന്താ എന്റെ കാലിന്റെ കുഴപ്പം? ഇച്ചിരി സ്വാധീന കുറവുണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയാമോ? നിന്നെ പോലെ ഭർത്താവിനെ വിറ്റ് തിന്നപ്പോ വന്നതല്ലേ, ഭർത്താവ് മരണപ്പെട്ടപ്പോ സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ്. നീ പിന്നെ ഭർത്താവിനെ വിറ്റല്ലേ തിന്നുന്നത്? അതായത് ചത്തുപോയ നിന്റെ കെട്ടിയവന്റെ ശവം വിറ്റാണ് നീ തിന്നുന്നത്. അപ്പൊ പിന്നെ എനിക്കെന്തടി നിന്നെ വിറ്റാല്? വിൽക്കാനായിട്ട് നീ സ്വയം വിൽപ്പനയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. നിന്നെ ഞാനും കൂടെ വിക്കട്ടടി, എനിപ്പോ എന്തിപ്പോ കുഴപ്പം? എന്ത് സങ്കടം വരുന്ന മാറിയിരുന്ന് മോങ്ങിക്കോ. മൈക്കാട് തങ്കുവിന്റെ മോളെ ഇവളുടെ യാത്രകൾ ബ്ലോക്ക് ആക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശ ലക്ഷ്യം. ബ്ലോക്കിന്റെ മീൻസ് ഇവള് പോകരുതെന്നല്ല കേട്ടോ. പോകുമ്പോഴും വരുമ്പോഴും ഇവൾ കൊണ്ടുവരുന്ന ആ സുന അത് ഞാൻ അവിടെ പിടിച്ചു നിർത്തും, അത്രേ ഉള്ളൂ. എനിക്കതിനകത്ത് കൃത്യമായ എവിഡൻസ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. സംതിങ് സംവെയർ റോങ്. I feel something fishy. എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് 3 months once നാട്ടിൽ വരുന്നവരാണ്. അവർക്ക് അതിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ബിസിനസ് ബേസ് അവിടെ നിൽക്കുന്നതിനപ്പുറം നാട് വിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് പ്രവാസികൾ. അവരൊക്കെ പറയുന്നത് രക്ഷയില്ല, നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടും ഒന്നും കാര്യമില്ല, മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, അമ്മ, ഈ പറയുന്ന ഫാമിലി, അവരെ പോലും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്താണ് ഇവൾ അവിടെ പോയി ഈ തൂർത്തും ഈ ആർപ്പാടും കൂത്തും ഒക്കെ നടത്തിയത്. സോറി, ഇനി നിങ്ങളുടെ തോന്നിയ അനുവദിക്കാനാവില്ല. ഇപ്പൊ പലരും പ്രവാസികൾ വന്ന് നമ്മളെ അടുത്ത് കമന്റ് ഇടുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇതെന്താണ് ഈ സംസാരിക്കുന്നതെന്ന്. ഓർത്ത് നോക്കൂ, അത്രത്തോളം പ്രോബ്ലത്തിൽ പ്രവാസികൾ അവിടെ നിൽക്കുമ്പോൾ നെഞ്ചു കീറി നിൽക്കുമ്പോഴാണ് ഇവൾ അരയും കുറയും ഇട്ട് ബാറി പോയി ഡാൻസ് കളിച്ചിട്ട് വന്നേന്ന് ഓർക്കുക. അതിൽ കുറ്റമില്ലാതെ പറയാൻ നമുക്ക് കുറ്റം. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. ഇവള് ഡെയിലി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വോയിസ് കൊടുക്കും, നമ്മൾ അത് കേട്ടെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അവർക്ക് നമ്മളെ കൊണ്ടാണ് റീച്ച്. സത്യത്തിൽ ഒരു പട്ടിച്ചാത്തനും അറിയാത്ത ഒരു വെറും കുരങ്ങുമോറിയായിരുന്നു. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനെ ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും ഫെമിലിയർ ആക്കി. നമ്മളിപ്പോ യൂട്യൂബേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ പോലും കേൾക്കാത്ത തക്കവണ്ണം ആളുകൾ എടുത്ത് വെച്ച് പറയുന്നുണ്ട്. കാരണം ഡെയിലി കണ്ടന്റ് തരും. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. വടക്കേസും ഈ തുണി ഊരലും ഡാൻസും ആളുകളുടെ കൈ കിടന്ന് കൂത്തടിക്കലും ഇതൊക്കെ അവന് സൊസൈറ്റിയിൽ ഇറങ്ങാൻ പറ്റാത്ത തക്കവണ്ണം അമ്മ ചെയ്യുന്ന ചെയ്തുകൂട്ടലുകൾ കൊണ്ടാണ് അവൻ നിവൃത്തി കിട്ടിയിട്ടാണ് ആ കുട്ടി ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇത് ഷെഫീനയുടെ തലയിൽ കെട്ടിവെച്ച് ഷെഫീനയുടെ ഊനം പറഞ്ഞ് ഷെഫീനയുടെ ശത്രുക്കളെ കൊണ്ട് സപ്പോർട്ട് പറയിച്ച് ജയിച്ചു കയറാന്നാണ് നിന്റെ വിചാരമെങ്കിൽ എല്ലാവരും മണ്ടന്മാരല്ല. മണ്ടൻ കുടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.